എൻ്റെ പ്രോത്താസിസിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന എൻ്റെ നോവലിൻ്റെ ഒരു ഭാഗം അമ്മ വായിച്ച് അതിൻ്റെ ഒരു റീലാക്കി ഞാൻ ഇട്ടിരുന്നു. അതിന് താഴേക്ക് തെറി പറഞ്ഞത് മുഴുവൻ ക്രിസ്ത്യൻ, ഇതിലും അപ്പുറം, ഇതിലും ഭയങ്കരമായ തെറിയായിരുന്നു. എൻ്റെ അമ്മയും പറഞ്ഞു, എന്നെയും പറഞ്ഞു, എല്ലാം തെറി പറഞ്ഞു. അത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാതെ ഇത്തരം ഒരു കാർഡ് മാത്രം കണ്ടവരാണ് വളരെ രൂക്ഷമായിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനത് സ്വാഭാവികമാണത്. കാരണം അതൊരു മതപരമായ വിഷയമായിട്ട് അന്നേരത്തേക്കും മാറി. ശരിക്കും എഴുത്തച്ഛനെ ആരാധിക്കുന്ന ഒരു വിശ്വാസ സമൂഹമുണ്ട്, ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ട്. മതപരമായി ആരാധിക്കുന്ന ആളുകളുണ്ട്. അവരുടെ വിശ്വാസത്തെ ഒരു തരത്തിലും ചോദ്യം ചെയ്യാന്നുള്ളത് എൻ്റെ ലക്ഷ്യമല്ല. അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി പോയിട്ടുണ്ടെങ്കിൽ അത്തരം ഒരു വിശ്വാസം ഞാൻ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിട്ടുണ്ട്, ഞാൻ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കാരണം ഒരു മതപരമായ വിശ്വാസത്തിനും നമുക്ക് ചോദ്യം ചെയ്യേണ്ട ആളല്ല ഞാൻ. എഴുത്തച്ഛനുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ചോദ്യം മതപരമായി വ്യാഖ്യാനിക്കപ്പെടുകയും സാധാരണ മനുഷ്യരുടെ വിശ്വാസത്തിനെതിരായി മാറിപ്പോവുകയും ചെയ്തതിൽ ഖേദം പ്രകടിപ്പിച്ച് എഴുത്തുകാരൻ വിനോയ് തോമസ് ആരുടെയും മതവിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ മുതിർന്നിട്ടില്ലെന്നും എല്ലാ മതവിശ്വാസത്തെയും ആദരിക്കുന്നതായും വിനോയ് തോമസ് പറഞ്ഞു. ഉളിക്കൽ നെല്ലിക്കാമ്പൊയിലിലെ വസതിയിൽ ഏജനെറ്റിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂരിൽ ഒരു പത്രസ്ഥാപനത്തിന്റെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിനോയ് തോമസ് നടത്തിയ പ്രസംഗത്തിൽ എഴുത്തച്ഛനെ പരാമർശിച്ച ഭാഗം പരക്കെ വിമർശിക്കപ്പെട്ടിരുന്നു. എഴുത്തച്ഛൻ ജീവിച്ചിരുന്നതിന് തെളിവുകളില്ലെന്ന പരാമർശമാണ് വിവാദമായത്. പ്രമുഖ എഴുത്തുകാരൻ സി രാധാകൃഷ്ണൻ ഉൾപ്പെടെ പ്രതികരണവുമായി രംഗത്ത് വന്നു. എന്നാൽ താൻ ഉയർത്തുന്ന ചോദ്യങ്ങൾ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന മലയാള ഭാഷാ സാഹിത്യ ചരിത്രത്തെ പറ്റിയാണെന്നും അത് വെറും വിശ്വാസങ്ങളുടെ പുറത്താവരുതെന്നും വിനോയ് തോമസ് വ്യക്തമാക്കുന്നു. വിനോയ് തോമസ് ഇക്കാര്യത്തിലുള്ള നിലപാടുകൾ ഇങ്ങനെ പങ്കുവച്ചു. എഴുത്തച്ഛനുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ ഒരു പ്രസംഗവും അതിനെ തുടർന്ന് വന്ന വാർത്തകളും ഇപ്പോൾ വലിയൊരു വിവാദത്തിലേക്ക് വഴി തുറന്നിരിക്കുകയാണ്. പ്രമുഖരായ എഴുത്തുകാരടക്കം അതിനകത്ത് പ്രതികരിക്കുന്നു, ചിലർ മിണ്ടാതിരിക്കുന്നുമുണ്ട്. എന്തായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം, അത് പറയേണ്ടി വന്നൊരു സാഹചര്യം എന്തായിരുന്നു? ഇതിങ്ങനെ വിവാദമായി മാറുമെന്ന് ഉദ്ദേശിച്ചിരുന്നു? ഒരിക്കലും ഇത് വിവാദമാക്കാൻ ഉദ്ദേശിച്ച് പറഞ്ഞ ഒരു കാര്യമല്ല. ശരിക്കും അത് ഞാൻ ആ പറഞ്ഞ പ്രസംഗം പൂർണ്ണമായി കേട്ടാൽ അതിനകത്ത് ഇത്തരം ഒരു വിവാദത്തിനുള്ള യാതൊരു സാധ്യതയുമില്ല. അത് സംഭവിച്ചത് എനിക്ക് തോന്നുന്നത് ഒരു പത്രസ്ഥാപനം അതെടുത്തിട്ട്, അത് ഞാൻ പ്രസംഗം പറഞ്ഞ സ്ഥാപനമല്ല, വേറൊരു സ്ഥാപനം അതെടുത്തിട്ട് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നില്ല, മലയാള ഭാഷ ഉണ്ടാക്കിയത് മിഷണറിമാർ, വിനോയ് തോമസ് എന്ന് പറഞ്ഞ ഒരു കാർഡ് മാത്രമായിട്ട് കൊടുക്കുകയാണ്. ഒരു കാർഡ്, ജസ്റ്റ് ഒരു കാർഡ് മാത്രമായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാതെ ഇത്തരം ഒരു കാർഡ് മാത്രം കണ്ടവരാണ് വളരെ രൂക്ഷമായിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനത് സ്വാഭാവികമാണത്. കാരണം അതൊരു മതപരമായ വിഷയമായിട്ട് അന്നേരത്തേക്കും മാറി. ശരിക്കും എഴുത്തച്ഛനെ ആരാധിക്കുന്ന ഒരു വിശ്വാസ സമൂഹമുണ്ട്, ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ട്. മതപരമായി ആരാധിക്കുന്ന ആളുകളുണ്ട്. അവരുടെ വിശ്വാസത്തെ ഒരു തരത്തിലും ചോദ്യം ചെയ്യാന്നുള്ളത് എൻ്റെ ലക്ഷ്യമല്ല. അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി പോയിട്ടുണ്ടെങ്കിൽ അത്തരം ഒരു വിശ്വാസം ഞാൻ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിട്ടുണ്ട്, ഞാൻ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കാരണം ഒരു മതപരമായ വിശ്വാസത്തിനും നമുക്ക് ചോദ്യം ചെയ്യേണ്ട ആളല്ല ഞാൻ. അത് മതവിശ്വാസം ഉള്ളവരാണ്, അവരാണത് ചോദ്യം ചെയ്യേണ്ടത്. ഞാൻ ആകെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ച വിഷയം, ഞാൻ ഈ കള്ളക്കടത്ത് കാലം എന്ന് പറയുന്ന എൻ്റെ പുതിയ പുസ്തകമാണ്. അപ്പോൾ ആ കള്ളക്കടത്ത് കാലം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഞാൻ വിശദമായി അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഏതാ വെച്ചാൽ മലയാള പാഠപുസ്തകങ്ങൾ സാഹിത്യത്തോട് ചെയ്തത് എന്താണ് എന്നുള്ള കാര്യത്തിലുള്ള ഒരു ചർച്ചയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൽ എഴുത്തച്ഛനെ നമ്മൾ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുമ്പോൾ എഴുത്തച്ഛൻ്റെ ചരിത്രം അത് സൂക്ഷ്മമായിരിക്കണം, കൃത്യമായിരിക്കണം, തെളിവുകളോടെ ഉള്ളതായിരിക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഞാൻ ഉയർത്തിയത്. ആ വാദഗതി. അതോടൊപ്പം മലയാള ഭാഷയിൽ ഗദ്യമുണ്ടാക്കിയ, മലയാള ഭാഷയ്ക്ക് വ്യാകരണം ഉണ്ടാക്കിയ, മലയാള ഭാഷയ്ക്ക് നിഘണ്ടുണ്ടാക്കിയ, മലയാളത്തിൽ കഥയുണ്ടാക്കിയ, നോവൽ സാഹിത്യവും പരിചയപ്പെടുത്തിയ വ്യാപകമായി താഴെത്തട്ടിലുള്ള ആളുകളുടെ ഇടയിലേക്ക്, അത് മതപ്രചരണ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എങ്കിൽ പോലും മലയാള ഭാഷയെ പ്രചരിപ്പിച്ച് അതിനൊരു ഈ നമ്മൾ പറയുന്ന ഈ രൂപമുണ്ടല്ലോ, ചട്ടക്കൂടും രൂപവും ഉണ്ടാക്കിയെടുത്ത മിഷണറിമാരുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഷാ സാഹിത്യ ചരിത്രത്തിൽ പഠിക്കപ്പെടണം. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. പറഞ്ഞു വരുമ്പോൾ തോന്നുന്നത് ആ പ്രസംഗം മുഴുവനായി റിപ്പോർട്ട് ചെയ്യപ്പെടാതെ ഒരു ഭാഗം മാത്രം എടുത്ത് അതിൽ നിന്ന് അത് പ്രചരിപ്പിക്കുകയും, അത് ഞാനൊരു മതവാദിയാണെന്നുള്ള രീതിയിലാണ് അത് പ്രചരിപ്പിച്ചത്. അത് എൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളവർക്കറിയാം. ഞാൻ എൻ്റെ പ്രസ്താവനകളും എൻ്റെ നിലപാടുകളും ഒക്കെ അറിയുന്നവർക്കറിയാം ഞാൻ എത്രമാത്രം മതവാദിയാണെന്ന്. ഈ എൻ്റെ ഫേസ്ബുക്ക് ഉണ്ട്, അതിന്റെ താഴോട്ട് നിങ്ങൾ നോക്കിയാൽ ഒരു 3-4 മാസം മുമ്പത്തെ ഒരു പോസ്റ്റ് നോക്കിയാൽ
ആ പോസ്റ്റിൽ ഏറ്റവും കൂടുതൽ തെറി പറയുന്നിരിക്കുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നാണ്. അതായത് ക്രിസ്ത്യൻ വിഭാഗം എൻ്റെ അമ്മയെ, എൻ്റെ പ്രോത്താസിസിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന എൻ്റെ നോവലിൻ്റെ ഒരു ഭാഗം അമ്മ വായിച്ച് അതിൻ്റെ ഒരു റീലാക്കി ഞാൻ ഇട്ടിരുന്നു. അതിന് താഴേക്ക് തെറി പറഞ്ഞത് മുഴുവൻ ക്രിസ്ത്യൻ ഇതിലും അപ്പുറം, ഇതിലും ഭയങ്കരമായ തെറിയായിരുന്നു. എൻ്റെ അമ്മയും പറഞ്ഞു, എന്നെയും പറഞ്ഞു, എല്ലാം തെറി പറഞ്ഞു. അത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നാണ്. ഞാൻ പറയുന്നത് ഇതിപ്പോൾ കേരളത്തിലൊരു ശൈലിയായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ ആലോചിച്ചു, എടാ ഞാൻ തെറി കേൾക്കുന്നുണ്ട്, എനിക്ക് കുറച്ച് വിഷമം തോന്നുന്നില്ല, എന്തായാലും നമുക്ക് തെറി കേൾക്കുമ്പോൾ ഒരു വിഷമം. അപ്പം ഞാൻ ആലോചിച്ചു എന്താണ് ഇങ്ങനെ തെറി ഇങ്ങനെ വരുന്നത്. അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ കേരളത്തിലെ അഭിപ്രായം പറയുന്ന എല്ലാവർക്കും തെറി കേൾക്കുന്നുണ്ട്. തെറിക്ക് അതീതരായിട്ട് ആരുമില്ല. യേശുദാസ് തെറി കേട്ടു, മമ്മൂട്ടി തെറി കേട്ടു, മോഹൻലാൽ തെറി കേട്ടു, പിന്നെ മുഖ്യമന്ത്രി തെറി കേൾക്കുന്നു എന്ന് തുടങ്ങി ഈ സച്ചിദാനന്ദൻ സാഹിത്യ അക്കാദമി പ്രസിഡന്റ്, അദ്ദേഹം തെറി കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു അടിസ്ഥാനമില്ലാതെ വന്ന് തെറി പറയുക എന്നുള്ളത് ഒരു സ്വഭാവമായി മാറിയിട്ടുണ്ട്. നമ്മൾ അതിനെ സ്വീകരിക്കാൻ, അത് പറഞ്ഞു പൊക്കോട്ടെ എന്ന് അഭിപ്രായം പറയുന്നവർ സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഈ തെറിയുടെ കാര്യം അങ്ങ് പറയുമ്പോഴാണ് ഈ ഇപ്പോൾ വിമർശിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ചുരുളി സിനിമയുടെ താങ്കളുടെ എഴുത്തുമായി ബന്ധപ്പെട്ടും അതുകൂടി പരാമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ വ്യാപകമായി വിമർശിക്കുന്നത്. ഈ സിനിമ ഈ ഭാഷയിൽ എഴുതിയ ആളാണ് ഇപ്പോൾ എഴുത്തച്ഛനെ വിമർശിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും. തെറികൂട്ടിയാണ് പറയുന്നത്, അല്ലെ? തെറികൂട്ടിയല്ലേ പറയുന്നത്? തെറികൂട്ടിയാണ് എന്നെ പറയുന്നത്. ചുരുളി എഴുതിയ മറ്റേ മോൻ എന്നുള്ള ഇതിലാണ് എന്നെ പറയുന്നത്. അപ്പം ഞാൻ ചുരുളി ആക്ച്വലി അറിയാലോ, ചുരുളി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിക്കുന്ന സിനിമയല്ല. അതൊരു OTT പ്ലാറ്റ്ഫോമിൽ വളരെ സ്വകാര്യമായ കാഴ്ചക്കുള്ള ഒരു സിനിമയാണ്. അതൊരു കലാരൂപമാണ്, ഒരു കലാ സൃഷ്ടിയാണത്. അതെന്തായാലും അതിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നു. അപ്പം അത് പറയാൻ വരുന്ന ഇവർ ചെയ്യുന്ന എന്താണ്? പൊതുസമൂഹത്തിൽ പബ്ലിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഈ ഞാൻ ചുരുളിയിൽ ഉപയോഗിച്ച അതേ സാധനം ഈ മത തീവ്രവാദികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. അപ്പം ഞാനത് ഒരിക്കലും പബ്ലിക്കായിട്ട് ഞാൻ എവിടെയും തെറി എന്ന് പറയുന്ന ഒരു സ്ഥാനത്തെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. അത് സ്വകാര്യ വായനയ്ക്കുള്ള പുസ്തകങ്ങളിൽ ഉണ്ടാവാം. നമുക്ക് ആ വിഷയം മാറിപ്പോകണ്ട, നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. ഇന്നിപ്പോ C. രാധാകൃഷ്ണന്റെ അടക്കം സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നു, എഴുത്തച്ഛൻ ജീവിച്ചിരുന്നതിന് തെളിവുകളുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ. അതേ ദിവസം തന്നെയാണ് അങ്ങയുടെ ഒരു ഖേദപ്രകടനം എന്നുള്ള നിലയിലും വന്നിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റും. ഈ ഖേദപ്രകടനം വേണം എന്ന് തോന്നി അങ്ങേയറ്റത്തെ ഒരു സാഹചര്യത്തിലായിരിക്കുമല്ലോ അത്? അല്ല, അങ്ങേയറ്റത്തെ സാഹചര്യത്തിലല്ല ഞാൻ ഖേദപ്രകടനം നടത്തുന്നത്. ഖേദപ്രകടനം ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടതിന്റെ പേരിലാണ്. ഒന്ന്, ഞാൻ പറഞ്ഞ വിഷയം എന്താണെന്ന് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കാനാണ് ഞാൻ ആ ഖേദപ്രകടനം നടത്തിയതും. അതോടൊപ്പം തന്നെ ഞാൻ കാരണം കേരളീയ സമൂഹത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകരുത്. അത് എന്തിൻ്റെ പേരിലായാലും. കാരണം നമുക്ക് ഇഷ്ടംപോലെ മറ്റു വിഷയങ്ങളുണ്ട്, നമ്മുടെ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് നിരവധിയായ പ്രതിസന്ധികളുണ്ട്. ഇത് ചർച്ച ചെയ്യേണ്ടത് ആരെ മാത്രമാണെന്ന് ചോദിച്ചാൽ പാഠപുസ്തക രചയിതാക്കൾ, ഈ നമ്മുടെ കരിക്കുലം കമ്മിറ്റി അംഗങ്ങൾ, ഇങ്ങനെയുള്ള അക്കാദമിക് തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം മാത്രമാണത്. അതല്ലാതെ പൊതുസമൂഹം നിഷ്കളങ്കമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല ഇത്. സാധാരണ ഒരു മതപ്രശ്നം പോലെ അല്ല ഇത്, ഒരു മതപരമായ പ്രശ്നമല്ല ഇത്. അക്കാദമിക തലത്തിലുള്ള ആളുകൾ, പക്ഷെ അവർ മൗനം പാലിക്കുകയാണ്. അവരിപ്പോഴും ബോധപൂർവം മൗനം പാലിക്കുകയാണ്. അവർ ചർച്ച ചെയ്യണം. ഞാൻ പറയുന്നത്, ആരാണ് പുറത്താക്കപ്പെട്ടത് പാഠപുസ്തകങ്ങളിൽ നിന്നും? അത് കൃത്യമായി ഞാൻ മലയാള പാഠപുസ്തകം കേരളത്തോട് ചെയ്ത് അത് ഫേസ്ബുക്കിൽ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അത് വായിക്കുന്നവർക്ക് മനസ്സിലാകും. കേരളത്തിലെ 80-90% വരുന്ന പൊതുജനത്തിൻ്റെ ഭാഷ, അത് വ്യത്യസ്ത ജാതികളിൽപ്പെട്ടവരുടെ, ഗോത്രവർഗ്ഗക്കാരുടെ, സാധാരണ മനുഷ്യരുടെ, തൊഴിലാളികളുടെ, അവരുടെ ഭാഷ പാഠപുസ്തകം നന്യമാവുകയും അതിനുശേഷം എന്ത് ചെയ്തു? നമ്മൾ വേറെ ഏതോ ഭാഷയിൽ പാഠങ്ങൾ പഠിക്കേണ്ടി വരികയും ചെയ്തു. അപ്പോൾ കേരളത്തിലെ 80% വരുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ ഭാഷ നമ്മുടെ പാഠ്യപദ്ധതിയിൽ നിന്നും ചരിത്രത്തിൽ നിന്നും പുറത്തായതെങ്ങനെ എന്ന ചോദ്യമാണ് ഞാൻ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നത്. ആ ചോദ്യത്തിന് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഖേദം പ്രകടിപ്പിച്ചത്. അത് വഴിമാറിപ്പോകരുത്. അതൊരു മതപരമായ ചർച്ചയിലേക്ക് വഴിമാറിപ്പോകരുത്. അത് പണ്ഡിതന്മാർ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിലേക്ക് പോകട്ടെ എന്നുള്ള, അല്ലാണ്ട് ഇത് ഞാൻ പറയുന്നത് ഒരിക്കലും മതപരമായ ഒരു വിഷയമല്ല. ആ മതപരമായ വിഷയത്തിൽ എനിക്ക് ചർച്ചയില്ല. മതപരമായ വിഷയത്തിൽ എന്തും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുമുണ്ട്. അത് നമ്മുടെ പേഴ്സണലായ വിശ്വാസമാണ്. അത് വീണ്ടും ഞാൻ പറയുന്നു, ഇത് മതപരമായ വിശ്വാസമായി കണ്ട് എടുത്ത് ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടില്ല, എനിക്ക് ഖേദമുണ്ട്. എനിക്ക് ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. അങ്ങ് അധ്യാപകൻ കൂടിയാണ്. ഇപ്പം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തും ആദ്യമേ ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ, എഴുത്തച്ഛനെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
അധ്യാപകൻ കൂടിയായ അങ്ങ് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നു എന്ന് പറയുമ്പോൾ നേരിടേണ്ടി വരുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. കുട്ടികളുടെ മുമ്പിലേക്ക് പോകുമ്പോൾ, മറ്റു അധ്യാപകരുടെ മുമ്പിലേക്ക് പോകുമ്പോൾ, അതേക്കുറിച്ചൊക്കെ ആലോചിച്ച് തീർച്ചയായിട്ടും ഞാൻ അധ്യാപകൻ എന്ന നിലയിൽ തന്നെയാണ് ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പാഠപുസ്തക സമിതി അംഗമായിരുന്നു. അപ്പോൾ പാഠപുസ്തക നിർമ്മാണ ഘട്ടത്തിലാണ് എന്താണ് ഈ എഴുത്തച്ഛൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാനുള്ള കാരണം. ഞാൻ തുഞ്ചൻ ഡയറ്റ് എന്ന് പറഞ്ഞൊരു കഥ എഴുതിയിട്ടുണ്ട്. അത് അതിനുശേഷമാണ് ഈ ലേഖനം എഴുതുന്നത്. ഞാൻ ഈ പറഞ്ഞ ഈ പാഠപുസ്തകങ്ങൾ വന്നത്. അപ്പം എങ്ങനെയാണ് എഴുത്തച്ഛൻ, അപ്പം അപ്പോഴാണ് ഞാൻ കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി ഇതിൻ്റെ തെളിവുകൾ, ഇതെന്താണ് സംഭവിച്ചത്. ഇപ്പം ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എവിടെയുണ്ട്. എനിക്ക് കൃത്യമായ ഒരു നിലപാടുള്ളത് ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം അത് പാഠ്യപദ്ധതിയിൽ എന്തായാലും ഉണ്ടാവണം. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം, ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഭരിച്ചിരുന്ന മറ്റു നാടുകൾ, ഇപ്പം ദക്ഷിണാഫ്രിക്ക പോലെ അങ്ങനെയുള്ള കോമൺവെൽത്ത് രാജ്യങ്ങളുടെ എവിടെ പോയാൽ ഇപ്പം നമ്മൾ കാണുന്നത് അവിടുത്തെ ഭാഷ ഇംഗ്ലീഷാണ്, അവിടുത്തെ മതം ക്രൈസ്തവ മതമാണ്, അവരുടെ വസ്ത്രധാരണ രീതിയെല്ലാം എന്താണ് യൂറോപ്യനാണ്. എന്നാൽ 200 വർഷക്കാലം ഭരിച്ച ഇന്ത്യ ഇന്നും തനതായ ഒരു സ്വത്വത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഒരു സംസ്കാരത്തെയും മാറ്റാൻ അവർക്ക് പറ്റിയില്ല. കാരണം അത്ര സമ്പന്നമായൊരു സാംസ്കാരിക പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ഈ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ അഭിമാനബോധം ഉണ്ടാക്കിയാണ് നവോത്ഥാന കാലത്ത് നമ്മുടെ നവോത്ഥാന നായകന്മാർ ചെയ്തത്. മഹാത്മാഗാന്ധിയും രാജാറാം മോഹൻ റോയും ശ്രീരാമകൃഷ്ണ പരമഹംസനും തുടങ്ങിയ നവോത്ഥാന നായകന്മാർ, ശ്രീനാരായണ ഗുരുവും ഇവിടെ വള്ളത്തോളും ആശാനും ഉള്ളത്തോളും എല്ലാവരും ചെയ്തത് ഈ നവോത്ഥാനത്തിൽ ഈ നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ പറ്റിയുള്ള അഭിമാനബോധം ഉണ്ടാക്കലാണ്. അത് നമ്മുടെ പാഠ്യപദ്ധതിയിൽ വേണം. പക്ഷെ നിർഭാഗ്യവശാൽ അതില്ല. കാരണം ഇതിഹാസങ്ങൾ, ഞാനിപ്പോൾ MA വരെ പഠിച്ച ആളാണ്, മലയാള സാഹിത്യം MA വരെ, അതിന് പരമാവധി പഠിക്കാൻ പറ്റില്ല, അത്രയും പഠിച്ച ഒരാൾ. അവിടെ എവിടെയും വാൽമീകി രാമായണം ഞാൻ പഠിച്ചിട്ടില്ല, വ്യാസമഹാഭാരതം ഞാൻ പഠിച്ചിട്ടില്ല. എന്തുകൊണ്ട്? നമ്മുടെ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്ന തനത് കൃതികൾ. അതേസമയം ഇപ്പം വിദേശ സർവകലാശാലകളിൽ രാമായണം സിലബസിലുണ്ട്, വാൽമീകി രാമായണം സിലബസിലുണ്ട്, അവർ പഠിക്കുന്നുണ്ട്. അവർ ഹോമറിൻ്റെ ഇലിയഡും ഇതിഹാസവും കൂടെ താരതമ്യം ചെയ്ത് പഠിക്കുന്നു, രാമായണവും കൂടെ താരതമ്യം ചെയ്ത് പഠിക്കുന്നു. ഇത് ബ്രിട്ടീഷുകാർക്ക് മുന്നേ നമുക്കൊരു ഇതിഹാസം ഉണ്ടായിരുന്നു എന്നുള്ള വളരെ അഭിമാനകരമായ കാര്യമാണ്. ഇതെന്തുകൊണ്ട് ഇന്നത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല? മറിച്ച് എഴുത്തച്ഛൻ്റെ ഒരു ഭക്തിപ്രസ്ഥാന കാലത്ത് തെലുങ്കിൽ എഴുതിയ ഒരു കൃതിയുടെ വിവർത്തനമൊക്കെ ആണെന്നാണ് പറയുന്നത്. അതായത് ഈ അധ്യാത്മരാമായണമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതെല്ലാം. എന്തുകൊണ്ട് അത് വന്നു എന്ന ആലോചനയിൽ നിന്നാണ് ഈ ലേഖനങ്ങളൊക്കെ ഞാൻ എഴുതുന്നത്, ഇത്തരം ചിന്തകൾ വരുന്നത്. വീണ്ടും പറയുന്നു, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ തീർച്ചയായും ഉൾപ്പെടുത്തിയിരിക്കണം എന്നുള്ള വാദത്തിൽ നിന്നാണ്. അതിന് ഇവിടെ വള്ളത്തോളിൻ്റെ വാൽമീകി രാമായണത്തിൻ്റെ നല്ല വിവർത്തനമുണ്ട്. പക്ഷെ നമ്മളത് കാണുന്നില്ല, എവിടെയും പാഠ്യപദ്ധതിയിൽ വെച്ചിട്ടില്ല. എന്തുകൊണ്ടത് വെച്ചില്ല? ഇതാണ് എൻ്റെ ചോദ്യം. വാൽമീകി രാമായണം എന്തുകൊണ്ട് നമുക്ക് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, മറിച്ച് അധ്യാത്മരാമായണം എന്തുകൊണ്ട് ഉൾപ്പെടുത്തി? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് വളരെ കാലം, ഇത് ഇന്ന് ഞാൻ പറഞ്ഞതല്ല, ഞാൻ വളരെ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായത്. ഏതായാലും പ്രസംഗ മധ്യേ താങ്കൾ ഉദ്ദേശിച്ച ഒരു സംവാദത്തിന്റെ രീതിയിലേക്ക് മാറണമെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതാകാം. അത് വഴിമാറിപ്പോയതിൽ ഇപ്പോൾ ഒരു പ്രയാസം തോന്നുന്നുണ്ടോ? എനിക്കല്ല പ്രയാസപ്പെടുന്നത്, നമ്മുടെ ആ വഴിമാറിപ്പോകുന്ന സംസ്കാരത്തെ ഓർത്താണ് നമ്മൾ പൊതുവെ ഒരു പ്രയാസം വരേണ്ടത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ ആരാ അഭിപ്രായം പറയുമ്പോൾ തെറി കേൾക്കാത്തത്? വസ്തുത വെച്ച് അവരോട് സംവദിക്കാൻ ആരും ചെല്ലാറില്ല. അങ്ങനെയുള്ള ഒരു ഏരിയ നമുക്ക് നഷ്ടപ്പെട്ടു. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ലേഖനം വന്നാൽ, ഒരു പ്രസംഗം വന്നാൽ അതിനെതിരെ ഒരു ലേഖനം വരിക. ഇപ്പം C രാധാകൃഷ്ണൻ പോലും പറഞ്ഞു വെച്ചത് എന്താ? ഏതൊരു ഗത എഴുത്തച്ഛൻ്റെ പേരിലുണ്ട് എന്നാണ് അദ്ദേഹം തെളിവായിട്ട് പറയുന്നത്. അദ്ദേഹം ഈ വിവാദത്തിൻ്റെ, എന്നാൽ അദ്ദേഹമാണ് എഴുത്തച്ഛൻ്റെ ഒരു ബന്ധുക്കാരനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. C രാധാകൃഷ്ണൻ അറിയപ്പെടുന്നത് എഴുത്തച്ഛൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ആളെന്ന് പറഞ്ഞ് നോവൽ എഴുതിയ ആളാണ്. അദ്ദേഹം എഴുത്തച്ഛനെ ഉപയോഗിച്ച് നല്ല പ്രശസ്തി നേടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ആൾ തന്നെ പറയുന്നു, ഞാൻ എന്തോ പേരുണ്ടാക്കാൻ പറഞ്ഞതാണെന്ന് പറയുകയും ഒരു ഗതയാണ് തെളിവായിട്ടുള്ളതെന്നും പറയുമ്പോൾ നമ്മൾ എന്താണ് പിന്നെ അത്തരം ചർച്ചകളല്ലല്ലോ വരേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത്തരം വിവാദത്തിന് ഇല്ല, തർക്കത്തിനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, അത്തരം സംവാദം ഉയർന്നു വരേണ്ട സ്ഥലത്ത് ഈ സൈബർ ലിഞ്ചിങ് ഉണ്ടായി വരുന്നതിനെ കുറച്ച് പ്രയാസമുണ്ട്, അത്രേ മാത്രമേ ഉള്ളൂ. സംവാദങ്ങൾ ഉണ്ടാവട്ടെ, കൃത്യമായ ഡാറ്റ വെച്ചിട്ടുള്ള സംവാദങ്ങളും ചർച്ചകളും ഉണ്ടാകട്ടെ. പുതിയ കാലത്തെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. പുതിയ കുട്ടികൾ കളിയാക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇത്തരം സങ്കല്പങ്ങളും വിശ്വാസങ്ങളും പാഠ്യപദ്ധതിയുടെ പേരിൽ പോയി യുക്തിബോധമുള്ള കുട്ടികളുടെ മുന്നിൽ നിന്ന് നമ്മൾ പഠിപ്പിക്കേണ്ടി വരുമ്പോൾ ഉള്ള പ്രയാസം കൊണ്ടാണ് അത് മാത്രം പങ്കുവെച്ചത്. ഏതായാലും ഇങ്ങനെ മറ്റൊരു രീതിയിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്നതിൽ തെറ്റാണ്, തികച്ചും തെറ്റാണ്. അത് മോശം പ്രവണതയാണ്. കേരളത്തിൽ അങ്ങനെയല്ല ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം.